അയ്യോ ചേച്ചി ഇതൊക്കെ യൂട്യൂബിൽ വരുമോ? എല്ലാരും വന്നതിന് താങ്ക് ബൈ. അപ്പൊ ഇവിടെ പറയും നീ എന്താ പിന്നെ നീ എന്നോട് പറഞ്ഞ ഞാനങ്ങ് പോവാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ 10 ഇയേഴ്സ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട് അഞ്ജലി നാളെ ജർമ്മനി പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു ഫെയർവെൽ കൊടുക്കാനായിട്ട് ഞാനും ബൃന്ദയും കൂടെ അവളുടെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണിന്ന്. പ്ലസ് ടുവില് ഞങ്ങള് സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങക്ക് അവധിയാകുമ്പോ ഞങ്ങൾ ഇവിടെ വീട്ടിൽ, പക്ഷെ അവധിയല്ല എന്ന് പറഞ്ഞാൽ ലോങ് ഇയേഴ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നെ പറ്റി ഇവളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഫസ്റ്റ് ഇവളുടെ മറവിയാ വരുന്നത്. നാളെ ഇവളെ എന്റെ പേര് എപ്പോഴാ ചോദിക്കുന്നേന്ന് കാക്കാണ് ഞാൻ. ആരും ഓർമ്മ പേര് ഇവൾ അങ്ങനെ പറയത്തില്ല, തുറന്നു പറയത്തില്ല. ആരും ഓർമ്മ എനിക്ക് ചില പേരുകൾ ഓർമ്മ കിട്ടത്തില്ല. നാളെ നിങ്ങളെ ചോദിക്കും. ക്ലോസ് ആയിട്ടുള്ളത് കിട്ടും, പക്ഷെ അല്ലാത്തവരോട് എനിക്ക് ശരി പറഞ്ഞില്ലേ ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ അന്നയുടെ അടുത്ത് അങ്ങനെയല്ല കേട്ടോ. ഞാനും അന്നയും എപ്പൊ കണ്ടാലും ചിലപ്പോ ഒരു കൊടയായിരിക്കും, ഞാൻ കൊടുക്കത്തില്ല, ഞാൻ തന്നെ വെച്ചോണ്ട്. അപ്പൊ ഇവള് പറയും നീ എന്താ പിന്നെ നീ എന്നോട് പറഞ്ഞ ഞാനങ്ങ് പോവാ. ആരാധന നല്ല രണ്ട് ജമ്പാണ്. കാരണം എന്ന് വെച്ചാൽ ഇവരായിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ ഭയങ്കര ഒരു കീപ്പ് ഇൻ ടച്ച് ഒന്നും ഇല്ല. എന്ന് വെച്ചാൽ എപ്പോഴും മെസ്സേജ് അയക്കത്തില്ല, എപ്പോഴും വിളിക്കത്തില്ല. പക്ഷെ ഞങ്ങള് കൂടുമ്പോ ആ ഒരു പണ്ടത്തെ ആ വൈബ് തന്നെ എപ്പോഴും തിരിച്ചു വരും. അങ്ങനെ രണ്ട് നല്ല ഫ്രണ്ട്സ് ആണ് അവര് മൂന്നുപേരും. 10 ഇയേഴ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ്. പിന്നെ അന്നയുടെ അടുത്ത് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, അടിയിടും പിരിച്ചും മിണ്ടും. ഞാൻ ആകെ അടിയിടുന്ന അഞ്ചിലിടുന്നു. ഞാൻ എന്റെ ഫ്രണ്ട്സിൽ അങ്ങനെ ആരെടുത്തും അങ്ങനെ അടിയിട്ട് പിണങ്ങിയിരിപ്പൊന്നുമില്ല. പക്ഷെ അന്നടുത്ത് അങ്ങനെയാ. പിന്നെ ഇട്ട് സോന അങ്ങ് അപ്പുറത്തോ ഇരിക്കാൻ പറയും. സോനയ്ക്ക് വിഷമമായി കേട്ടോ, ഹേർട്ടായി, ഭയങ്കര ഹേർട്ടായി അല്ലേ. അന്ന് ഞാനത് ശ്രദ്ധിച്ചു. ചെറിയ കാര്യം മതി അപ്പഴേ ഹേർട്ടാവും, തല ഇറങ്ങിയ വീഴും. എല്ലാരും വന്നതിന് താങ്ക് The best person I ever met in German class. German ക്ലാസ്സില് ഇവിടെ ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു, ഒരു വലിയ ചേച്ചിയാന്ന് പറഞ്ഞു. വലിയ ചേച്ചി വയസ്സുള്ള ചേച്ചിയാണ്. എന്നെ സംബന്ധിച്ചപ്പോ വലിയ ചേച്ചി എത്തി. അപ്പൊ രണ്ട് വാക്കി ചുരുക്കിയാൽ മതി. ഞാനപ്പൊ എന്റെ കൂടുതൽ ഇത് ഏത് ഷോക്ക് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. 2-3 ദിവസമായിരുന്നു. ആദ്യം ഞങ്ങൾക്ക് അറിയത്തൊന്നുമില്ല. അന്നേ ഭയങ്കര പഠിക്കാൻ തോരമൂത്ത് വന്ന ഒരായിരുന്നു. സാറിന്റെ ചുമ്മാ ചോദിക്കും ഡൗട്ട് ചുമ്മാ. അങ്ങനെ പിന്നെ എങ്ങനെയോ ഏവൻ പകുതിയൊക്കെ എപ്പോഴും ഞങ്ങൾ ഏറ്റു പകുതിയൊക്കെ ഏവൻ ലാസ്റ്റൊക്കെ വെച്ചിട്ട് കമ്പനിയായി. പിന്നെ ഇവിടം വരെ എത്തി. ഏറ്റവും ഭയങ്കര കമ്പനി ആവുന്നത്. ഭയങ്കര ഒരു ഭയങ്കര പോട്ടി. ആദ്യം നമ്മള് വിചാരിച്ചു ഇവളെ പറ്റി നമുക്കൊരു ഭയങ്കര ജാട അങ്ങനത്തെ ഒരു ഇമേജ് ആയിരുന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് ക്ലാസ്സിലെ പിള്ളേരെല്ലാം പറഞ്ഞൊരു ജാട കൊച്ചാ, ഞാനും ഇങ്ങനെ വിചാരിച്ചു എന്റെ അടുത്താണല്ലോ ഇരിക്കുന്ന റോൾ നമ്പർ വൈസ് ഞാൻ ചെയ്തായിരുന്നു. പക്ഷെ ഇവള് മിണ്ടി കഴിഞ്ഞപ്പോ ഫസ്റ്റ് ഡേ നമ്മള് കൂട്ടായി. പിന്നെ നമ്മൾ എപ്പോഴും അടിയാ ചെറിയ കാര്യങ്ങൾക്കില്ല. അടിയിട്ടിട്ട് ഇവളെ അമ്മയുടെ മോര് നല്ല ടേസ്റ്റ് ആട്ടോ. അടിയിട്ട് അടിയായാലും നമ്മൾ അങ്ങനത്തെ അടിയല്ല, അങ്ങനെ മിണ്ടാൻ പറ്റാത്ത അടിയല്ല. പക്ഷെ ഇങ്ങനെ ചുമ്മാ അവള് തന്നെ വിളിച്ച് മിണ്ടും. ഞാൻ തന്നെ കുറച്ച് സോറി പറഞ്ഞെങ്കിൽ മിണ്ടും. പക്ഷെ ഞങ്ങൾ എപ്പോഴും അടിയിടും കേട്ടോ. ചെറിയ ബൃന്ദയുടെ കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു അടിയിട്ട് കൊടയുടെ ഞാൻ വണ്ടി എറിയും ഉദ്ദേശിച്ചു. ആ ലെവൽ ഓഫ് ഫ്രണ്ട്ഷിപ്പാണ് നമ്മള്. പക്ഷെ എല്ലായിടത്തും നമുക്ക് അത് പറ്റത്തില്ല. ചിലവർക്ക് അത് ഹേർട്ടായി. ഇപ്പം അവളെങ്ങനെ പറഞ്ഞാൽ ഞാനത് ഇച്ചിരി
അവൾ അങ്ങനെ പറയുമ്പോ ഞാനത് ഇച്ചിരി 5 മിനിറ്റ് കഴിയുമ്പോൾ അത് വിടും. അവളും അത് വിടുന്നോണ്ട് അത് കുഴപ്പമില്ല. പക്ഷെ അത് മനസ്സിൽ വെക്കുന്നവരാണെങ്കിൽ ശരിയാവും. അന്ന് വലിയതായിട്ട് മിണ്ടിയില്ല, പിന്നെ അങ്ങോട്ട് ഐ തിങ്ക് ഓവറായിട്ട് മിണ്ടിപ്പോയതേവോ തോന്നേ. അതാ ഞങ്ങൾ അഭിമാനി പോകുന്നു, ഫുഡ് കഴിക്കുന്നു. എനിക്ക് ഒരുപാട് ഫുഡ് മേടിച്ചു തരും, ഒരുപാട് എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ട്. പിന്നെ തിന്നാനും തീറ്റിക്കാനും കുറച്ച് മിരിക്കുക. പിന്നെ നല്ലൊരു പേഴ്സണാലിറ്റി പോകുന്നതിൽ ചെറുതായിട്ട് മിസ് ചെയ്യും. യൂട്യൂബ് ചാനൽ വരുമല്ലോ. എന്താണ് പറയാനുള്ളത് മകളെ പറ്റി എന്താണ് രണ്ട് വാക്ക്? ഫോട്ടോസൈസ് ഇല്ല ചേച്ചി, ഒന്നും ഫോട്ടോസ് ഉണ്ട് ശരിക്കും. സുന്ദരിയാണ്. ഇതില് കൊള്ളാം. നിങ്ങളായിട്ട് കൂട്ടായി 10 മിനിറ്റ് ആയിട്ട് ഇവള് പറയും ചേച്ചി ഒന്നുകൂടെ പറയും. ഞങ്ങളെല്ലാം ആദ്യം ഇച്ചിരി എന്നെ വീട്ടിൽ വന്ന് വിളിക്കും 8 മണിയാകുമ്പോ. ചേച്ചി എന്തായിരുന്നു പറഞ്ഞത്? അതെങ്ങനെ 10 മിനിറ്റ് ഒന്നുകൂടെ അയ്യോ ചേച്ചി ഇതൊക്കെ യൂട്യൂബിൽ വരുമോ? എൻഗേജ്മെന്റിനാണ്. ഇഷ്ടപ്പെട്ടോ ഡ്രസ്? കൊള്ളാവോ? ഞാൻ പറഞ്ഞു അപ്പൊ വീഡിയോ കാണാറുണ്ടോ? ഇഷ്ടാണോ? ആരൊക്കെ കാണും വീഡിയോയില്? ഏത് വീഡിയോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടപ്പോ. ഇവയുടെ വീഡിയോ ഒക്കെ ഞാൻ കാണും കേട്ടോ, നല്ലയാ, ഫാനാ. മറ്റേ ഫാഷൻ ഷോയുടെ വീഡിയോയില് ബ്ലാക്ക് ഡ്രസ് ഇട്ടേ, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നീ ലാൻഡ്സ്കേപ്പ് എന്തോന്നും പാടാനൊന്നും ഇല്ലയോ? വെട്ട് Expected ആയിട്ട് ഞാൻ എന്തായിക്കോട്ട് വന്നോ? ചുമ്മാ കൊച്ചിന്റെ ബാഗിൽ രണ്ട് ചേച്ചിമാര് വരും. അപ്പം അവര് വരും, എന്നാലും ക്ലാസ്സിൽ ചില്ലാവത്തോളം എനിക്ക് ചേച്ചിക്ക് എന്റെ സ്വഭാവം ഫുള്ളായിട്ട് അറിയാനുണ്ട്. അങ്ങനെ പൊങ്ങുണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് സ്വഭാവം എനിക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ദേഷ്യം വരും. ഇപ്പൊ ഇപ്പൊ ഒരു കാര്യം ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സംസാരിക്കാന്ന് വിചാരിച്ചു, ചിലപ്പോ എന്നെ ഹേർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങളെ വായത് അങ്ങനെയല്ല ചേച്ചിയല്ല. ഇതിപ്പം അങ്ങനെ ഉദ്ദേശിച്ച് പറയുന്നതായിരിക്കില്ല. ചിലപ്പോ അതെനിക്ക് ഹേർട്ട് ചെയ്യുന്നതായിരിക്കും, പക്ഷെ അത് ചേച്ചിക്ക് മനസ്സിലാവും. മനസ്സിലായോ? ബൈ ബൈ.